തൃശൂർ പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണെന്ന് വ്യക്തമാക്കിയുള്ള ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം കൂടിയായിരുന്നു ഇതെന്നും DGPക്ക് സെപ്റ്റംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിലുള്ളത്. പൂരം അലങ്കോലപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് ദേവസ്വത്തിലെ ചിലർ ഗൂഢാലോചന നടത്തിയതായും പൂരം കലക്കാൻ ഇവർ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ദേവസ്വം ഭാരവാഹികളായ ചിലരുടെ പേരുകൾ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച പ്രകാരം പൂരം നിർത്തിവെച്ചതായി ഇവർ പ്രഖ്യാപിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ലക്ഷ്യം. തൽപര കക്ഷികളുടെ താൽപര്യപ്രകാരമാണ് പൂരം കലക്കിയതെന്ന് പറയുന്ന റിപ്പോർട്ടിൽ BJPയുടെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല. ചില രാഷ്ട്രീയ പാർട്ടികൾ സർക്കാരിനെതിരെ ഇത് ഉപയോഗിച്ചതായാണ് റിപ്പോർട്ട്. BJP നേതാക്കളായ B. ഗോപാലകൃഷ്ണൻ, വത്സൻ തില്ലങ്കരി എന്നിവരുടെ പേരുകൾ മൊഴികളിൽ മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട് 5 മാസത്തിന് ശേഷമാണ് ADGP M. അജിത് കുമാർ ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ DGPക്ക് കൈമാറിയത്. ഇതിൽ വിയോജനക്കുറിപ്പോടെയാണ് DGP റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. തുടർന്ന് ഈ റിപ്പോർട്ട് സർക്കാർ തള്ളുകയായിരുന്നു. സംഭവത്തിൽ വിജിലൻസിന്റെയും ഇന്റലിജൻസിന്റെയും DGPയുടെയും അന്വേഷണം തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.